അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറ ബഖറ 150 ആയത്ത് വരെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ബാക്കി വരുന്ന ആയത്തുകൾ നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കമാ അർസൽനാ ഫീകും റസൂലൻ മിൻകും يتلو عليكم آياتنا ويزكيكم ويعلمكم الكتاب والحكمة ويعلمكم ما لم تكونوا تعلمون كما أرسلنا. കാഫ് ഉച്ചരിക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ചെരിച്ചിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. മീമിൻ്റെ കൂടെ മദ് വന്നിട്ടുണ്ട്. മദ്ദക്ഷരത്തിന് ശേഷം ഹംസ വന്നിട്ടുള്ളത് അടുത്ത വേർഡിലായിട്ടാണ്. മദ് ജായിസ് മുൻഫസിലാണ്. 2 4 കൗണ്ട് നീട്ടി പാരായണം ചെയ്യുക കേട്ടോ. നൂനിൻ്റെ കൂടെ അലിഫ് മദ് വന്നു, 2 കൗണ്ട് നീട്ടി കൊടുക്കുക. ഫ കൂടെ യാമദ്ദാണ് വന്നിട്ടുള്ളത്, 2 കൗണ്ട് വീതം നീട്ടാൻ ശ്രദ്ധിക്കുക കേട്ടോ. റോ ഫതഹ ആയതുകൊണ്ട് നമ്മൾ ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. റോ എന്നുള്ള സൗണ്ട് കൊടുക്കുക. റാ നായി പോവാതെ നോക്കുക കേട്ടോ. റസൂലം മിൻകും. ലാമിന് ഫതഹ് തെൻവീനാണ് വന്നിട്ടുള്ളത്. തെൻവീനിന് ശേഷം ഇദാം ബിഉന്നയുടെ അക്ഷരമായിട്ടുള്ള മീമ് വന്നു. തെൻവീനിലുള്ള നൂനിനെ മീമിലേക്ക് ലയിപ്പിച്ച ഉന്നയോടുകൂടി ഓതി കൊടുക്കുക. ലയിപ്പിക്കുകയും ചെയ്യുക, അതോടൊപ്പം തന്നെ മണിക്കുകയും ചെയ്യുക കേട്ടോ. നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇഖ്ഫാൻ്റെ ലെറ്ററായിട്ടുള്ള കാഫ് വന്നിട്ടുണ്ട്. നൂൻ സാക്കിനയെ മറച്ചു വെച്ച് മണിച്ചോതി കൊടുക്കുക കേട്ടോ. നൂനിൻ്റെ സൗണ്ടിനെ വ്യക്തമായി കേൾപ്പിക്കാതെ മറച്ചു വെക്കുകയും ചെയ്യുക, മണിക്കുകയും ചെയ്യുക. മിൻകും യത്ലു അലൈക്കും. ത സുക്കൂനാവുന്ന സമയത്ത് കുറച്ച് എയർ പാസ് ചെയ്യണ സൗണ്ട് കൊടുക്കുക കേട്ടോ. യത്ലു അലൈക്കും അതുപോലെ ഓതാൻ ശ്രദ്ധിക്കുക. ലാമിൻ്റെ കൂടെ വൗമദ് വന്നു, 2 കൗണ്ട് നീട്ടാൻ ശ്രദ്ധിക്കുക കേട്ടോ. അലൈക്കും അതിൻ്റെ സൗണ്ടിനെ ഹംസയുടെ സൗണ്ടായി പോവാതെ നോക്കുക കേട്ടോ. ക്ലിയർ ആക്കിയിട്ട് ഉച്ചരിക്കുക. ആയാത്തിന ഹംസയുടെ കൂടെ അലിഫ് മദ് വന്നു, 2 കൗണ്ട് വീതം നീട്ടാൻ ശ്രദ്ധിക്കുക. യാൻ്റെ കൂടെ അലിഫ് സ്വൈറയാണ് വന്നിട്ടുള്ളത്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക കേട്ടോ. വയുസക്കീക്കും വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ വട്ടത്തിൽ പിടിച്ചിട്ട് ഉച്ചരിക്കുക കേട്ടോ. സായുടെ സൗണ്ടിനെ വ്യക്തമാക്കിയിട്ട് ഉച്ചരിക്കുക. അസ് എന്നുള്ള സൗണ്ട് കൊടുക്കുക കേട്ടോ. തേനീച്ചയുടെ മൂളൽ പോലെ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, അതുപോലെയുള്ള സൗണ്ട് കൊടുക്കുക. വയുസക്കീക്കും കാഫിൻ്റെ കൂടെ യാമദ് വന്നു, 2 കൗണ്ട് നീട്ടാൻ ശ്രദ്ധിക്കുക. വയുഅല്ലിമുക്കും വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ വട്ടത്തിൽ പിടിച്ചു കൊടുക്കുക. അയണിൻ്റെ സൗണ്ട് ഹംസയുടെ സൗണ്ടായി പോവാതെ നോക്കുക കേട്ടോ. വയുഅല്ലിമുക്കുമുൽ കിതാബ്. ലാം പൽക്കല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. ത കൂടെ അലിഫ് സ്വൈറയാണ് വന്നിട്ടുള്ളത്. ചെറിയ മദ്ദിനെ കണ്ടാലും നമ്മൾ 2 കൗണ്ട് വീതം നീട്ടാൻ ശ്രദ്ധിക്കുക കേട്ടോ. വൽഹിക്മത വയുഅല്ലിമുക്കും. ലാം അൽക്കല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. കാഫ് സുക്കൂനാവുന്ന സമയത്ത് കുറച്ച് എയർ പാസ് ചെയ്യണ സൗണ്ട് കൊടുക്കുക കേട്ടോ. വൽഹിക്മത വയുഅല്ലിമുക്കും മാലം. അതിൻ്റെ സൗണ്ടിനെ ഹംസയുടെ സൗണ്ടായി പോവാതെ നോക്കുക. ലാമിന് ശബ്ദം വന്നിട്ടുണ്ട്, 2 അക്ഷരം ഉച്ചരിക്കുന്ന കനം കൊടുക്കുക. മണിക്കാതെ ഓതി പോവുക കേട്ടോ. വയുഅല്ലിമുക്കും എന്ന് പറഞ്ഞിട്ട് മണിക്കരുത്. വയുഅല്ലിമുക്കും മാലം. മീം സാക്കിനയ്ക്ക് ശേഷം മീം തന്നെയാണ് വന്നിട്ടുള്ളത്. ഇദാം ഷഫവിയാണ് വരുന്നത്. മീം സാക്കിനയുടെ നിയമത്തിലുള്ള ഇദാം. സുക്കൂനായ മീമിനെ അടുത്ത മീമിലേക്ക് ലയിപ്പിച്ച ഉന്നയോടുകൂടി ഓതാൻ ശ്രദ്ധിക്കുക കേട്ടോ. വയുഅല്ലിമുക്കും മാ ലം തകൂനൂ തഅലമൂൻ. കാഫിൻ്റെ കൂടെ വൗമദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. നൂനിൻ്റെ കൂടെയും വൗമദ്ദാണ് വന്നിട്ടുള്ളത്, അവിടെയും നമ്മൾ 2 കൗണ്ട് നീട്ടാൻ ശ്രദ്ധിക്കുക കേട്ടോ. അയൺ കൽക്കല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുത്തിട്ട് ഉച്ചരിക്കുക. അവസാനത്തിൽ മദ് 6 സുക്കൂനിൽ വഖഫ് ചെയ്യുമ്പോൾ 2 4 6 കൗണ്ട് വീതം നീട്ടി വഖഫ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഫദ്കുറൂനി അദ്കുർക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. ഫദ്കുറൂനി ഫ ലൈറ്റ് ആക്കിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. മഖ്റജ് വരുന്നത് നമ്മുടെ മേലെ മുൻപല്ലിൻ്റെ അറ്റവും താഴെ ചുണ്ടിൻ്റെ ഉൾവശത്ത് നനഞ്ഞ ഭാഗവും ചേർന്നിട്ടാണ്. ലൈറ്റ് ആക്കിയിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. ദാൽ കൽക്കല ലെറ്റർ അല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. വദ്കുറൂനി എന്ന് ഓതിപ്പോവരുത്. ഫദ്കുറൂനി ഫദ്കുറൂനി. റ വമ്മയായതുകൊണ്ട് നമ്മൾ ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. വമ്മതും കൂടെ വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക കേട്ടോ.
ഫദ്കുറൂനി അദ്കുറുക്കും. നൂനിൻ്റെ കൂടെ മദ് വന്നിട്ടുണ്ട്. മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത വേർഡിലായിട്ട് ഹംസയും വന്നു. മദ് ജായിസ് മുൻഫസിലാണ്. 2 4 കൊണ്ട് നീട്ടി പാരായണം ചെയ്യാം. അദ്കുറുക്കും വഷ്കുറൂലി. ദാൽ കൽക്കല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. അദ്കുറുക്കും നോതി പോകരുത്. അദ്കുറുക്കും. റോ സുക്കൂനാവുന്ന സമയത്ത് നമ്മൾ ഉയർത്തിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. റോക്ക് സുക്കൂനാണ്. അതിൻ്റെ മുന്നേയുള്ള അക്ഷരത്തിന് വൊമ്മയായാലും നമ്മൾ ഉയർത്തിയിട്ട് ഉച്ചരിക്കണം. അദ്കുറുക്കും വഷ്കുറൂലി. വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ വട്ടത്തിൽ പിടിച്ചു കൊടുക്കുക. ഷീൻ കൽക്കല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക കേട്ടോ. വഷ്കുറൂലി എന്ന് ഓതിപ്പോവരുത്. വഷ്കുറൂലി വഷ്കുറൂലി വലാ തക്ഫുറൂൻ. റോ വമ്മയാണ്, ഉയർത്തിയിട്ട് ഉച്ചരിക്കണം. വാവ് മദ് കൂടെ വന്നിട്ടുണ്ട്. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ലാമിൻ്റെ കൂടെ യാമദ് വന്നു. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക കേട്ടോ. വലാ തക്ഫുറൂൻ. വാവിനെ ചുണ്ടുകൾ വട്ടത്തിൽ പിടിച്ചിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. കാഫ് സുക്കൂനാവുന്ന സമയത്ത് എയർ പാസ് ചെയ്യണ സൗണ്ട് കൊടുത്തിട്ട് ഉച്ചരിക്കുക കേട്ടോ. തക്ഫുറൂൻ വഷ്കുറൂലി വലാ തക്ഫുറൂൻ. റ വമ്മയായതുകൊണ്ട് ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. അവസാനത്തിൽ മദ് ആരിദ് സുക്കൂനിൽ വഖഫ് ചെയ്യുമ്പോൾ 2 4 6 കൗണ്ട് വീതം നീട്ടി വഖഫ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.